ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. ഹോസ്പിറ്റലിൽ നിൽക്കുന്ന രേവതിയാണെങ്കിൽ രേവതിയുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ആ പണം ഇനി ഒരിക്കലും തിരികെ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നാൽ ഓർഡർ കൊടുക്കാൻ വേണ്ടി പോയിരിക്കുന്ന ആ പൂക്കടയത്തെ ചേട്ടനാണെങ്കിൽ രേവതിയെ വിളിക്കുകയും രേവതി തരേണ്ട 5 ലക്ഷം രൂപയും അതിനു പുറമെ 1.5 ലക്ഷം രൂപയും ഒരു സ്ത്രീ ഇവിടെ വന്നിട്ട് തന്നിട്ട് പോയി എന്ന് പറയുവാണേ. ആരായിരിക്കും തനിക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു തുക കൊടുത്തത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് രേവതി ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ആ ഓർഡർ തന്റെ കൈവിട്ട് പോകില്ല എന്നുള്ളൊരു വിശ്വാസം രേവതിക്ക് വരികയാണ്. എന്തായാലും നമുക്ക് അന്വേഷിക്കാം ആരാണ് ആ പണം കൊടുത്തത്. വീട്ടിൽ നിന്നെ ആക്കിയതിനു ശേഷം ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചിയും രേവതിയും കൂടി വീട്ടിലേക്ക് വരുവാണ്. വീട്ടിൽ വന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛമ്മയും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. രേവതിയാണെന്നുണ്ടെങ്കിൽ പണം നഷ്ടപ്പെട്ടു പോയ ആ വിഷമത്തില് അച്ഛമ്മയുടെ അരികിൽ ചെന്നിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അച്ഛമ്മയെ ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയ സമയത്ത് രണ്ടാളുകള് ബൈക്കിൽ വന്ന് എന്റെ കയ്യിൽ നിന്ന് ആ പണം മോഷ്ടിച്ചുകൊണ്ട് പോകുകയായിരുന്നു. എനിക്ക് അത്രയും വലിയൊരു നഷ്ടമാണ് വന്നത് എന്നൊക്കെ പറഞ്ഞ് രേവതി കരയുന്നുണ്ടെങ്കിലും ആ ഓർഡർ തന്റെ കൈവിട്ട് പോയിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവരും അറിയിക്കുവാണ്. രേവതിക്ക് വേണ്ടിയിട്ട് ആരായിരിക്കും ആ കടയിൽ കൊണ്ടുപോയിട്ട് അഡ്വാൻസ് കൊടുത്തത് എന്നുള്ള കാര്യം എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. അഡ്വാൻസ് കൊടുത്തത് രേവതി 5 ലക്ഷം രൂപയും കൊണ്ടിട്ടാണ് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പോയത്. എന്നാൽ അതിന്റെ പുറമെ 1.5 ലക്ഷം രൂപയും കൂടി കൂടുതൽ കൊടുത്തിട്ടുണ്ട് എന്നാണല്ലോ ആ കടക്കാരൻ രേവതിയെ വിളിച്ചിട്ട് പറഞ്ഞത്. അതുകൊണ്ട് ആരും ഹേമയെ സംശയിക്കുന്നില്ല കേട്ടോ. കാരണം ഹേമയാണ് ഈ പണി ഒപ്പിച്ചതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരിക്കലും ഹേമയ്ക്ക് ഇനിയിപ്പം കുറ്റബോധം തോന്നിയിട്ട് ആ പണം കൊണ്ടുപോയിട്ട് കടയിൽ കൊടുത്താലും 1.5 ലക്ഷം രൂപ എക്സ്ട്രാ ഒന്നും കൊടുക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഹേമയല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും ഉറപ്പാവാണ്. പക്ഷേ നമ്മുടെ അച്ഛമ്മയുടെ കൂടെ ഈച്ചയും കൂടി വന്നിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ സച്ചിയുടെ ഫ്രണ്ട്. അവൻ പറയുന്നുണ്ട് ആരാണ് ആ പണം കൊടുത്തതെന്നുള്ള കാര്യം എനിക്കറിയാമെന്നേ. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കുവാണ്. ഈച്ചയാണെങ്കിൽ കഥ പറഞ്ഞു തുടങ്ങുന്നത് ഒരു നാടകത്തിലെ രംഗം പോലെയാണ്. സീൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ നാട്ടിൽ നിന്നും പുറപ്പെടുന്നു. അച്ഛമ്മ നാട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് തന്നെ രേവതിക്ക് ഇങ്ങനൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് എന്നും അത് മാത്രമല്ല രേവതി പണം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ രവി ഓൾറെഡി അച്ഛമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛമ്മ രേവതിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് 1.5 ലക്ഷം രൂപയുമായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. സച്ചിയും രേവതിയും ഒരിക്കലും അമ്മയുടെ അടുത്ത് പണം ചോദിക്കില്ല എന്നുള്ള കാര്യമൊക്കെ രവിക്ക് അറിയാം. രേവതിയാണെന്നുണ്ടെങ്കിൽ അതിനെ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ നമ്മുടെ സച്ചിയുടെ അടുത്ത്. എന്നാൽ രണ്ടുപേരുടെയും കഷ്ടതകളൊക്കെ മനസ്സിലാക്കിയിട്ട് അവരെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ അച്ഛമ്മ അവിടുന്ന് വന്നത് കേട്ടോ. നമ്മുടെ ഈച്ചയുടെ അടുത്ത് അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞ് അച്ഛമ്മ അവന്റെ വണ്ടിയിലായിരുന്നു വന്നോണ്ടിരുന്നത്. വണ്ടിയിൽ വരുന്ന സമയത്താണ് നമ്മുടെ രേവതിയുടെ കയ്യിൽ നിന്നും പണം അവന്മാര് തട്ടിയെടുക്കുന്നത് കാണുകയും രേവതിയെ തള്ളിയിട്ട് ആ ബൈക്കുമായിട്ട് അവര് പോകുന്ന സമയത്ത് അച്ഛമ്മ അവന്മാരെ തടഞ്ഞു നിർത്തി അവന്മാരുടെ കയ്യിൽ നിന്ന് 4 എണ്ണം പൊട്ടിച്ചിട്ട് ആ പണം മേടിക്കുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അവന്മാരെ കൊണ്ട് ആരാണ് ഇങ്ങനൊരു പണി ചെയ്യിപ്പിച്ചതെന്നുള്ള കാര്യത്തെക്കുറിച്ചും കൂടി അച്ഛമ്മ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അവരുടെ വായിൽ നിന്നും ഹേമയാണ് തങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചു എന്നുള്ള സത്യവും പുറത്തു വരുന്നുണ്ട്. നമ്മുടെ അച്ഛമ്മയ്ക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാട്ടോ. രേവതിക്ക് എതിരാളിയായിട്ട് ഇപ്പൊ നിൽക്കുന്ന ആളാണ്. രേവതിയെ വെല്ലുവിളിച്ചതാണ് ഈ ഓർഡർ രേവതിയെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല എന്നുള്ള കാര്യം. അപ്പോ അതിനു വേണ്ടിയിട്ട് ഹേമ ചെയ്തതായിരിക്കും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അച്ഛമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. പണവുമായിട്ട് തിരികെ വീട്ടിലേക്ക് വരാതെ അച്ഛമ്മയുടെ കയ്യില് നമ്മുടെ രേവതിക്കും സച്ചിക്കും കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആ പണവും കൂടി ചേർത്ത് രേവതി പൂവിന്റെ ഓർഡർ കൊടുക്കുന്നത് എവിടെയാണെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ഈച്ചയ്ക്ക് അറിയാട്ടോ. ഈച്ചയോടൊപ്പം പോയിട്ട് അച്ഛമ്മ അഡ്വാൻസ് ആയിട്ട് ഈ 6.5 ലക്ഷം രൂപ നേരിട്ട് കൊടുക്കുകയും ആരാണ് ഈ പണം തന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയണ്ട എന്നുള്ള കാര്യം പ്രത്യേകം ആ കടക്കാരന്റെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നതിന് ശേഷമാണ് നമ്മുടെ അച്ഛമ്മ വീട്ടിൽ തിരികെ എത്തിയത് കേട്ടോ. ഈ കാര്യങ്ങളെ കുറിച്ച് എല്ലാവരുടെ മുമ്പിൽ വെച്ച് നമ്മുടെ ഈച്ച ഓരോരോ സീൻ ഇങ്ങനെ പോലെ പറയുവാണ് കേട്ടോ ചെയ്യുന്നത്. ഇത്രയും കേട്ടതും നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ അച്ഛമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് സന്തോഷം കൊണ്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അച്ഛമ്മ എങ്ങനെയാണ് രേവതി പണമായിട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ച് അറിഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്റെ അടുത്ത് രവി കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. രേവതിക്ക് വലിയൊരു ഓർഡർ കിട്ടിയെന്നും അതിനുവേണ്ടി പണത്തിന് വേണ്ടിയിട്ട് അവള് കഷ്ടപ്പെട്ട് നെട്ടോട്ടം ഓടുകയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചും ഇത്രയും കഷ്ടതകൾ ഉണ്ടായിട്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ അച്ഛമ്മയെ ഒന്ന് വിളിക്കാൻ വേണ്ടി തോന്നിയില്ലല്ലോ എന്ന് പരിഭവമൊക്കെ നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട്. അതുകൊണ്ടല്ല അച്ഛമ്മേ, സച്ചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞതാണ് അച്ഛമ്മയുടെ അടുത്ത് ചോദിക്കുക എന്ന്. പക്ഷെ അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ നാട്ടില് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കുവാണ്.
ഇനിയിപ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന സമയത്ത് അച്ഛമ്മയുടെ കയ്യിൽ പണം ഇല്ലെങ്കിൽ അച്ഛമ്മ അവിടെ നിന്നോ ഇവിടെ നിന്നൊക്കെ കടം മേടിച്ചിട്ട് തരും. അപ്പോൾ അച്ഛമ്മയെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും ചോദിക്കാണ്ടിരുന്നതെന്നൊക്കെ രേവതി പറയുവാണേ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഹേമയായിരിക്കും ആളെ വിട്ടിട്ട് ഇവളുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുത്തിട്ടുണ്ടാവുക. പക്ഷേ ഇവളാണെന്നുണ്ടെങ്കിൽ ആ ഓർഡർ ഇവൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹേമയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ അവസാനം ഇത് ഇങ്ങനെയായി പോയല്ലോ. ഇനിയിപ്പോ ഇവൾ ഈ വലിയ ഓർഡർ എടുത്ത് ചെയ്യും. ഇവൾ ഇത്രയും വലിയ ഓർഡറൊക്കെ എടുത്ത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവളുടെ പൊങ്ങച്ച കേൾക്കാൻ വയ്യ. ഇനി ഇതും കൂടി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവള് എന്നെ ചവിട്ടി മെതിക്കുമല്ലോ എന്നൊക്കെയാണ് ചന്ദ്രമതി ഇങ്ങനെ ചിന്തിക്കുന്നത്. ഇവരുടെയൊക്കെ സംസാരത്തിനിടയിലും ചന്ദ്രമതി എന്തോ ആലോചിക്കുന്നത് പോലെ നമ്മുടെ അച്ഛമ്മയ്ക്ക് തോന്നുന്നുണ്ട്. എന്താ ചന്ദ്രയെ നീ ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നത്? ഒന്നുമില്ല അമ്മേ. അമ്മ എങ്ങനെയാണ് കറക്റ്റ് സമയത്ത് അവിടെ രേവതിയെ സഹായിക്കാൻ വേണ്ടി എത്തി എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത്. അതെന്താ രവിചന്ദ്രൻ നീ അങ്ങനെ പറഞ്ഞത്? എന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി പിന്നെ ഞാനല്ലാതെ പിന്നെ വേറെ ആരാ എത്തുമെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നീ എങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്നുണ്ടെങ്കിലും നിന്റെ മനസ്സിലിരിപ്പൊന്നും ഒരിക്കലും നടക്കാൻ വേണ്ടി പോകുന്നില്ല. നീ രേവതിയെ ചവിട്ടി താഴ്ത്തി അവൾ ഒരിക്കലും മുന്നിലേക്ക് വരരുത് എന്നുള്ള കാര്യം ആഗ്രഹിക്കുന്നവളാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ നിന്റെ കൈകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. അമ്മ, എനിക്കിതിന് യാതൊരുവിധ പങ്കുമില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രൻ ഇങ്ങനെ കിടന്ന് അഭിനയിക്കുവാണേ. എന്തായാലും രേവതി ഇവിടുന്ന് പണവുമായിട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ച് ഹേമയെ വിളിച്ചിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും. അല്ലാതെ ഒരിക്കലും ഹേമ രേവതി ഇന്ന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പോകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയാൻ ഒരു സാധ്യതയുമില്ലല്ലോ. അപ്പോ അതിന്റെ പിന്നിലും ആരോ ഒരു കളി കളിച്ചിട്ടുണ്ട്. അതെന്തായാലും ഞാൻ ഉടനെ തന്നെ കണ്ടുപിടിക്കുന്നൊക്കെ ഒരു ഭീഷണി സ്വരത്ത് തന്നെയാണ് കേട്ടോ ചന്ദ്രയെ നോക്കിക്കൊണ്ട് സച്ചി പറയുന്നത്. നീ എന്തിനാണ് അതിനെ എന്നെ നോക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്ര കിടന്ന് ഉരുളുവാണേ. നിങ്ങളെ നോക്കിയെന്നല്ലേ ഉള്ളൂ, നിങ്ങളാണെന്ന് ഞാൻ പറഞ്ഞൊന്നുമില്ലല്ലോ. ഒരുപക്ഷെ നിങ്ങൾ ആവാനും ആവാതിരിക്കാനും സാധ്യതയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രയെ ആകെ കുഴപ്പിക്കാണ് കേട്ടോ ചെയ്യുന്നത്. രേവതിയെ വളരാതിരിക്കാൻ വേണ്ടി ചന്ദ്രയെ നീ എന്തെല്ലാം പണികൾ ചെയ്യാൻ വേണ്ടി പറ്റുമോ അതൊക്കെ ചെയ്യും എന്നുള്ള കാര്യം എനിക്ക് അറിയാം എന്ന് കലാപതിയും പറയുന്നുണ്ട്. അത് മാത്രമല്ല വേറെയും ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഈ വീട്ടിലേക്ക് കയറി വന്ന ആദ്യത്തെ മരുമകളാണ് രേവതി. എന്നാ നീ അവൾക്ക് യാതൊരുവിധ വിലയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരുത്തിയെ നീ ഇവിടെ തലയിലേറ്റിക്കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നല്ലോ. അവള് നിനക്ക് നല്ല 8ന്റെ പണി തന്നു അല്ലേ ചന്ദ്രയെന്ന് ചോദിക്കുവാണേ. ഇത് കേട്ട് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അമ്മ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് വന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. അല്ലമ്മേ, അമ്മ എന്താ ഉദ്ദേശിച്ചത്? ചന്ദ്രേ, ഇനിയും നീ ഉരുണ്ട് കളിക്കണ്ട. രവി എല്ലാ കാര്യങ്ങളും എന്റെ അടുത്ത് പറഞ്ഞു. നീ വലിയ പണക്കാരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവന്ന മരുമകളല്ലേ. നിന്റെ ആഗ്രഹം പണത്തിനോടാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ചന്ദ്രേ അവള് നിന്നെ ഇങ്ങനെ പറ്റിച്ചത്. ഇതില് അവളുടെ ഭാഗത്ത് മാത്രമല്ല തെറ്റ്, ഇതിന് നീയും ഒരു കാരണക്കാരി തന്നെയാണ്. നിന്റെ പണത്തിനോടുള്ള അത്യാഗ്രഹവും ആർത്തിയുമാണ് ശ്രുതിയെ കൊണ്ട് ഇങ്ങനെ ഒരു കള്ളം പറയിപ്പിച്ചത്. അതിന്റെ പേരിൽ നീ എന്താ ഇവള് ചെയ്തത്? അങ്ങനെ അവരുടെ സംസാരം തുടങ്ങുമ്പോഴാണ് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ശ്രുതി കടയിൽ വന്നിട്ട് ആകെ മൊത്തം ഇറിറ്റേഷനിലായിരുന്നു നമ്മുടെ ശ്രുതി ഉണ്ടായിരുന്നത്. ശ്രുതിയുടെ അടുത്ത് എത്ര പറഞ്ഞിട്ടും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും അടുക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ശ്രുതി അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ആ ഒരു ദേഷ്യത്തിലൊക്കെയാണ് നമ്മുടെ ശ്രുതി വീട്ടിലേക്ക് വരുന്നത്. അന്ന് ഉടനെ അച്ഛമ്മയെ കാണുന്നുണ്ട് ശ്രുതി. ഉടനെ തന്നെ അച്ഛമ്മയ്ക്ക് അരികിലേക്ക് എന്നിട്ട് അച്ഛമ്മ എപ്പോഴാ വന്നതെന്നൊക്കെ ചോദിക്കുവാണ്. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. അല്ല, അത് കഴിഞ്ഞ ശേഷമാണ് രേവതിയുടെ കൈക്ക് പറ്റിയത് നമ്മുടെ ശ്രുതി കാണുന്നത്. രേവതിയുടെ കൈക്ക് എന്താ പറ്റിയെന്ന് ഭയങ്കര ആകാംക്ഷയോട് കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ ചന്ദ്രമതി തന്നെ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അച്ഛമ്മ ഭയങ്കര ഹീറോയിസ് ഒക്കെ കാണിച്ചല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതി. അതിനുശേഷം നമ്മുടെ ശ്രുതിയുടെ അടുത്ത് അച്ഛമ്മ ചോദിക്കുന്നത് ശ്രുതി എവിടെ എന്നുള്ള കാര്യമാണേ. ശ്രുതി ഇപ്പോഴാണല്ലോ വന്നത്, അതുകൊണ്ട് തന്നെ ശ്രുതി അറിഞ്ഞിട്ടില്ല അച്ഛമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്നുള്ള കാര്യം. ശ്രുതിയാണെങ്കിൽ അവള് കുറച്ചു കഴിഞ്ഞാൽ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. എടാ, നീയും നിന്റെ ഭാര്യയെ പോലെ കള്ളം പറയാൻ വേണ്ടി തുടങ്ങിയോ? ഞാനേ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത്. അത് കേൾക്കുമ്പോഴേക്ക് ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. എടാ, നിന്റെ അമ്മ അവളെ ഇവിടുന്ന് അടിച്ചിറക്കുന്ന സമയത്ത് നീ അത് വായും പൊളിച്ച് നോക്കി നിന്നു അല്ലേ? ആരാടാ ഇങ്ങോട്ട് കയറി വന്ന മരുമകളെ അടിച്ചിറക്കാനുള്ള അവകാശം നിന്റെ അമ്മയ്ക്ക് കൊടുത്തത്? നിന്റെ ഭാര്യയുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് നീയല്ലേ, അല്ലാതെ നിന്റെ അമ്മയാണോ? ഇപ്പോഴും നീ നട്ടലില്ലാത്ത ആണിനെ പോലെ നിന്റെ അമ്മയുടെ വാക്കും കേട്ട് നടക്കുവാണോന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. ഉടനെ തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട്, അമ്മ അവൾ ചെയ്തത് ചെറിയ തെറ്റാണോ? എന്ത് വലിയ കള്ളാണോ അവള് പറഞ്ഞത്? അവളുടെ അച്ഛൻ മലേഷ്യയിലാണ്, അവള് വലിയ പണക്കാരിയാണെന്നൊക്കെ. ഇതിനൊക്കെ ചന്ദ്രയെ നീയും ഒരു കാരണം തന്നെയല്ലേ എന്ന് നമ്മുടെ കലാവതി തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ. നിനക്ക് പണത്തിനോടുള്ള ആഗ്രഹം
അതാണ് അവളെ കൊണ്ട് ഇങ്ങനത്തെ കള്ളങ്ങളെല്ലാം പറയിപ്പിച്ചത്. സുധിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവള് ഈ കള്ളങ്ങളൊക്കെ പറഞ്ഞെന്നല്ലേ പറഞ്ഞത്. അതിന് ചന്ദ്രേ നിനക്കും ഒരു പങ്കുണ്ട്. നീ കല്യാണം കഴിക്കുന്നതിന് മുമ്പായിട്ട് അവളെ കുറിച്ച് അന്വേഷിക്കണമായിരുന്നു. അവള് പറയുന്ന കാര്യങ്ങളെല്ലാം അപ്പാടെ വിഴുങ്ങിയിട്ട് അവള് വലിയ കോടീശ്വരിയാണെന്നുള്ള കാര്യം വിചാരിച്ച് അവളെ കുറിച്ച് ഒന്നും അന്വേഷിക്കാത്തില്ലേ നീ നിന്റെ മകന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. ആ സമയത്ത് നീ ചിന്തിക്കണമായിരുന്നു. അല്ലാതെ ഇപ്പോ അവര് 1 വർഷത്തോളം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചതിന് ശേഷം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ചന്ദ്ര കാര്യമില്ല എന്ന് കലാവതി പറയുന്നുണ്ട്. കലാവതി അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കൂ എന്നുള്ള കാര്യം നമ്മുടെ ചന്ദ്രയ്ക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാനാണല്ലോ അമ്മ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്, അതുകൊണ്ട് ഞാൻ തന്നെ അവളെ ഇവിടുന്ന് അടിച്ചിറക്കി എന്ന് പറയുവാണ്. ഇനി എന്തായാലും ഈ വീട്ടിലേക്ക് അവള് മരുമകളായിട്ട് വേണ്ട, എനിക്കിനി അങ്ങനെ ഒരു മരുമകളെയും വേണ്ട, എന്റെ മകനും അങ്ങനെ ഒരു ഭാര്യയും വേണ്ട എന്ന് പറയുവാണേ. ഉടനെ നമ്മുടെ കലാവതി പറയുന്നുണ്ട്, അവന് ഭാര്യ വേണോ വേണ്ടോ എന്നുള്ള കാര്യം അവനാണ് തീരുമാനിക്കേണ്ടത്, അല്ലാതെ നീയല്ല. എന്റെ മകനമ്മേ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ കേൾക്കുള്ളൂ. ആണോടാ സുധി, നിനക്ക് ഇത്രയും വയസ്സായില്ലടാ, ഇപ്പോഴും നീ അമ്മ പറയുന്നത് കേൾക്കാൻ വേണ്ടിട്ട് എന്താടാ ഇള്ളാക്കുട്ടിയാണോ? നിനക്കും സ്വന്തമായിട്ടൊരു കുടുംബമായില്ലേ, ഒരു കൊച്ചിന്റെ തന്തയാവാനുള്ള പ്രായമായി, ഇപ്പോഴും ഒരു കുഞ്ഞു കുട്ടിയെ പോലെ നിന്റെ അമ്മ പറയുന്നത് കേട്ടിട്ടാണോടാ നീ ജീവിക്കുന്നതൊക്കെ ചോദിച്ചിട്ട് കലാവതി നന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ സുധിയെ. അതിന്റെ ഇടയ്ക്ക് രവിയാണെങ്കിൽ അമ്മേ ഈ പ്രശ്നം എങ്ങനെങ്കിലും ഒന്ന് തീർക്കണം, ഇത് നീണ്ടു പോകും തോറും കൂടുതൽ വഷളായിട്ടാണ് വരുന്നത്, ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് അമ്മയ്ക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന് പറയുവാണേ. അപ്പോഴേക്ക് രവിയെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് ചന്ദ്ര പറഞ്ഞതാണല്ലോ ഒരിക്കലും അമ്മയുടെ അടുത്ത് ഈ കാര്യങ്ങളെ കുറിച്ച് പറയരുത് എന്ന്. കാരണം ഈ കാര്യത്തെക്കുറിച്ച് കലാവതി അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും സോൾവ് ആക്കും. ചന്ദ്രമതി വിചാരിക്കുന്നത് പോലെ ശ്രുതിയെ ഡിവോഴ്സ് ചെയ്യിപ്പിക്കാനൊന്നും പറ്റത്തില്ല, എങ്ങനെയെങ്കിലും അവളെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതൊക്കെ കൊണ്ടാണ് രവിയുടെ അടുത്ത് പറയേണ്ടെന്നുള്ള കാര്യം പറഞ്ഞത്. പക്ഷെ രവിയാണെങ്കിൽ പറഞ്ഞ ആ ദേഷ്യത്തിൽ ചന്ദ്ര കിടന്ന് തുള്ളുവാണ് കേട്ടോ ചെയ്യുന്നത്. നീ ശ്രുതിയെ വിളിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതെന്തിനാ അച്ഛമ്മ ഞാൻ വിളിക്കുന്നത്? പിന്നെ നിന്റെ ഭാര്യയെ നീ അല്ലാണ്ട് പിന്നെ ഞാനാണോ വിളിക്കുന്നതെന്ന് അച്ഛമ്മ ചോദിക്കുവാണേ. അല്ല അച്ഛമ്മ അത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഉരുണ്ട് കളിക്കുമ്പോ നീയേ നിന്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കണ്ട, നിന്റെ അടുത്ത് ഞാനാണ് വിളിക്കാൻ വേണ്ടി പറഞ്ഞത്, വിളിക്കടാ എന്ന് പറയുവാണ്. അത് അച്ഛമ്മ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഉരുണ്ട് കളിക്കുമ്പോ സച്ചിയാണെങ്കിൽ എടാ നിനക്കെന്താ അച്ഛമ്മ പറഞ്ഞത് അനുസരിക്കാൻ വയ്യെന്ന് ചോദിക്കുവാണേ. അച്ഛമ്മ പറഞ്ഞത് നീ കേട്ടില്ലേ, വിളിക്കടാ. കാരണം എല്ലാവർക്കും ഈ പ്രശ്നങ്ങൾ സോൾവ് ആക്കണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ചന്ദ്രമതി അമ്പനും വില്ലിനും അടുക്കാത്തത് കൊണ്ടാണ് രവിയും ഇത് ഇങ്ങനെ വിട്ടുകളഞ്ഞത്. പക്ഷെ ഇനിയും ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി തന്നെയാണ് രവി ചന്ദ്ര അറിയാതെ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അത് മാത്രമല്ല അമ്മ രണ്ടാമത് വരുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ ശ്രുതി മടിച്ച് നമ്മുടെ ശ്രുതിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ചന്ദ്രയെ നോക്കുന്ന സമയത്ത് ചന്ദ്രയ്ക്കാണെങ്കിൽ ഇനിയിപ്പോ അവിടെ ഒരു വോയിസും ഇല്ലാത്തൊരു അവസ്ഥയാവാണ്. അങ്ങനെ ശ്രുതിയെ വിളിക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷെ വിളിക്കുമ്പോ ശ്രുതി ആദ്യം ഫോൺ എടുക്കുന്നില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, കടയിൽ ചെന്നിട്ട് ശ്രുതിയുടെ അടുത്ത് അത്രയും കാര്യങ്ങൾ നമ്മുടെ ശ്രുതി സംസാരിച്ചിട്ടും ഒരു രീതിയിലും ശ്രുതി അടുക്കുന്നില്ല. ആട്ടി ഓടിക്കുന്നത് പോലെയാണ് കടയിൽ നിന്ന് ഇറക്കി വിട്ടത്. പറഞ്ഞതിനെല്ലാം ഒരുപക്ഷെ സോറി പറയാൻ വേണ്ടിയിട്ടായിരിക്കും വിളിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഫോൺ എടുക്കുന്നില്ല കേട്ടോ. ശ്രുതി മറ്റെന്തെങ്കിലും കാര്യം ഉണ്ടായാലോ നീ എടുക്കുക എന്ന് പറഞ്ഞിട്ട് മീര നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ പോലും ഇല്ല, കുറച്ച് ടെൻഷൻ ആവട്ടെ, എന്നെ അത്രയും ചീത്ത പറഞ്ഞിട്ടാണ് ശ്രുതി കടയിൽ നിന്ന് ഇറക്കി വിട്ടത്, ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു രീതിയിലും ശ്രുതി അടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറല്ലായിരുന്നു, അതുകൊണ്ട് ഇരുന്ന് കുറച്ച് ടെൻഷൻ അടിക്കട്ടെ. അതിന് 2-3 പ്രാവശ്യം വിളിച്ചിട്ട് നമ്മുടെ ശ്രുതി ഫോൺ എടുക്കുന്നില്ല കേട്ടോ. ശ്രുതി ഫോൺ എടുക്കുന്നില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് അച്ഛമ്മയുടെ അടുത്തും പറയുന്നുണ്ട്. നീ ഒരു 2-3 പ്രാവശ്യം ഒന്ന് വിളിച്ചു നോക്ക്, അവള് ഫോൺ എടുക്കുമായിരിക്കും എന്ന് കലാവതി ഇങ്ങനെ പറയുന്നുണ്ട്. വിളിച്ചിട്ട് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവളടുത്ത് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് പറയാനും കൂടി കലാവതി പറയുവാണ്. അങ്ങനെ രേവതിയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ കെട്ടൊക്കെ പിടിച്ചിട്ടാണല്ലോ ഇരിക്കുന്നത്. രേവതിയുടെ അടുത്ത് പോയിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയാണ് നമ്മുടെ കലാവതി. പക്ഷെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അവള് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിലെ ജോലിയൊക്കെ ആര് ചെയ്യുന്നു ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ വീട്ടിലെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നീ ഒരുത്തി ഇവിടെ ഉള്ളത്, പോയിട്ട് എനിക്കൊരു ചായ ഇട്ടിട്ട് വാടി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയെ ഓടിക്കാണ് കേട്ടോ നമ്മുടെ കലാവതി ചെയ്യുന്നത്. ആ വീട്ടിലെ ഇനിയിപ്പോ എല്ലാ ജോലിയും താൻ ചെയ്യണല്ലോ എന്നുള്ള വിഷമത്തിലാണ് നമ്മുടെ ചന്ദ്രമതി. അതിനിടയ്ക്ക് നമ്മുടെ ഭാമയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയെ കാണാം. അതേസമയം ശ്രുതിയാണെങ്കിൽ മുറിയിൽ ചെന്നിട്ട് ശ്രുതിയെ ഒന്നുകൂടി വിളിച്ചു നോക്കുന്നുണ്ട്. അച്ഛമ്മ പറഞ്ഞിട്ട് അനുസരിച്ചിട്ടില്ലെങ്കിൽ അതിനും നല്ലത് കിട്ടുന്നുള്ള കാര്യം ശ്രുതിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ശ്രുതി ഫോൺ എടുക്കുവാണ് കേട്ടോ. നിന്നെ എത്ര നേരം ഞാൻ വിളിക്കുന്നു, എന്താ ഫോൺ എടുക്കാത്തെന്നുള്ള കാര്യം ചോദിക്കാണ് കേട്ടോ. ആദ്യം ശ്രുതി എന്തിനാ വിളിച്ചെന്നുള്ള കാര്യം പറ, നിന്റെ അടുത്ത് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു, ആര് പറഞ്ഞു? അച്ഛമ്മ ഇവിടെ വന്നിട്ടുണ്ട്, നിന്റെ അടുത്ത് എത്രയും വേഗം തന്നെ വീട്ടിലേക്ക് വരാനാണ് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോഴേക്ക് ശ്രുതി ആകെ ടെൻഷനിലാണ് കേട്ടോ. കാരണം കലാവതി കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കാര്യം മൊത്തം വഷളാവുന്നുള്ള കാര്യം അറിയാലോ. അതുകൊണ്ട് നിന്റെ അടുത്ത് അച്ഛമ്മ എത്രയും വേഗം തന്നെ ഇങ്ങോട്ടേക്ക് എത്തണം, നീ വന്നേ പറ്റുള്ളൂ എന്നുള്ള കാര്യം ശ്രുതി ദേഷ്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. കലാവതി പറഞ്ഞത് കൊണ്ട് തന്നെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ വരാൻ വേണ്ടിയിട്ട്. അവസാനം ശ്രുതി വരാന്നുള്ള കാര്യം ശ്രുതി സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട്. എന്താണെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്ന സമയത്താണ് ഞാൻ അങ്ങോട്ടേക്ക്
വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന്റി എന്നെ തല്ലാനോ എന്നെ ചീത്ത പറയാനോ പാടില്ല എന്നാണ് ശ്രുതിയുടെ കണ്ടീഷൻ കേട്ടോ. ഈ കാര്യത്തെക്കുറിച്ച് അച്ഛമ്മയുടെ അടുത്ത് ചെന്ന് പറയുവാണേ ശ്രുതി, ശരി അവളടുത്ത് വരാൻ വേണ്ടി പറ, ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അവളടുത്ത് പറ, അവളെ ആരും തൊടില്ല എന്നുള്ള കാര്യം കൂടി പറഞ്ഞേക്ക്. പറഞ്ഞതിൽ ഒരു മാറ്റം ഉണ്ടാവാൻ വേണ്ടി പാടില്ല ശ്രുതിക്ക് എന്നെ എന്ത് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്, പക്ഷെ ആന്റിക്ക് അതില്ല, ആന്റിക്ക് എന്നല്ല മറ്റാർക്കും അതിന് ഒരു അവകാശവും ഇല്ല എന്നുള്ള കാര്യമൊക്കെ ശ്രുതി പറയുമ്പോ അച്ഛമ്മയല്ലേ പറഞ്ഞത് ഒന്നും ഉണ്ടാവില്ലെന്ന്, അതുകൊണ്ട് നീ വാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണേ. ഇനിയിപ്പോ ചന്ദ്രമതി ശ്രുതിയുടെ പ്രശ്നം കൂടി തീർത്തിട്ടാണ് കേട്ടോ ഇത്തവണത്തെ വരവില് പോവാൻ വേണ്ടിട്ട് പോകുന്നത്. ശ്രുതിയുമായിട്ടുള്ള അംഗം നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം കേട്ടോ. ശ്രുതിയെ വിളിച്ചിട്ട് അച്ഛമ്മ പ്രശ്നം തീർക്കുന്നുണ്ടെങ്കിൽ പോലും ശ്രുതിക്ക് നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അച്ഛമ്മ. ശ്രുതിയെ മാത്രമല്ല ചന്ദ്രമതിയെയും കൂടി ഒതുക്കിയിട്ട് തന്നെയാണ് അച്ഛമ്മയുടെ തിരിച്ചുപോക്ക്. അതിന്റെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ. താങ്ക്